നേമത്ത് സ്വയം ചുവരെഴുതി പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നേതൃത്വത്തെ അറിയിച്ചെന്നും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന് കാക്കാതെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പ്രചരണത്തിന് തുടക്കമിട്ടത്. കാലടി തളിയൽ ജംഗ്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ചുവരെഴുതിയായിരുന്നു പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ബി.ജെ.പി. പ്രചാരണം തുടങ്ങിയ ആദ്യ മണ്ഡലം കൂടിയായി നേമം. താൻ തന്നെ നേമത്ത് സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് പ്രതീക്ഷയെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അതാണ് എന്റെ ആഗ്രഹം. അതാണ് അത് നാഷണൽ പാർട്ടി അത് തീരുമാനിക്കട്ടെ. പക്ഷെ എന്റെ ആഗ്രഹം തിരുവനന്തപുരത്തിൽ മാറ്റം കൊണ്ടുവരണം. അത് ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് ജയിച്ചിട്ട് കോർപ്പറേഷൻ വഴി ആ മാറ്റം ഇപ്പോൾ തുടങ്ങുന്നു. അതിനുവേണ്ടി നാഷണൽ പാർട്ടി എനിക്ക് ഒരു അനുവാദം തരുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസമുണ്ട്. അതേസമയം ആദ്യ പ്രചരണത്തിനായി വരച്ച താമരയുടെ നിറം ചുവപ്പായത് കൗതുകമായി. സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്ന എ ക്ലാസ് മണ്ഡലമാണ് നേമം. CPIM-ഉം നേമത്ത് അനൌദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി തന്നെയായിരിക്കും CPIM-നായി നേമത്ത് കളത്തിലിറങ്ങുക. GV ഹരി, വൈഷ്ണവ് സുരേഷ് തുടങ്ങിയവരുടെ പേരുകളാണ് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.